സംസ്ഥാന നേതൃത്വം ഇടപെടാതെ ലിബർട്ടി ബഷീറിനെ പോലത്തെ വളരെ ഒരു ബോൾഡായിട്ടുള്ള ഒരാൾ ഞങ്ങളെ വിളിച്ചിട്ട് വളരെ പ്രയാസമുണ്ടെന്ന് പറയില്ല. കാരണം ഞങ്ങൾ തലേന്ന് പോസ്റ്റൊക്കെ കൊടുത്താണ്. ഒരു പ്രാദേശിക നേതാവിന് ഒരിക്കലും കേരളത്തിലെ ഈ 69 തിയേറ്ററും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അത് CPMൻ്റെ ഉന്നത നേതൃത്വം പിണറായി വിജയൻ്റെ ആശീർവാദത്തെ കൂടി നടന്നൊരു സാധനം മാത്രമാണത്, അല്ലാതെ ബ്ലോക്ക് ചെയ്യപ്പെടില്ല. മറ്റെന്തൊക്കെയാണ്? സിനിമ തന്നെയാണ് താങ്കളുടെ മേഖല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സിനിമ ചെയ്തതിൻ്റെ പേരിൽ വ്യക്തിപരമായ മറ്റ് പിന്നീട് വേട്ടയാടലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്? ഒരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ല. പ്രോജക്റ്റ് റെഡിയാവും, പ്രോജക്റ്റ് റെഡിയായിട്ട് പിറ്റേന്ന് രാത്രി പോലീസർക്ക് കോള് വരും. പരസ്യ ചിത്രങ്ങളിലാണ് ഞാനിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുതലാളിയെ വിളിച്ചു പറയും മൊയ്തുദായത്താണോ വേണ്ട. സോഷ്യൽ ഫാസിസം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്, ജീവിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥയുണ്ട്. കാരണം നിശബ്ദമായി ഫാസിസം എന്നെ വല്ലാതെ പിന്തുടരുന്നുണ്ട്. എൻ്റെ ജോലി അങ്ങനെയൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതൊന്നും പച്ചക്ക് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി താങ്കൾക്ക് മാത്രമാണോ, താങ്കളുടെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്? കുടുംബത്തിന് വലിയ നമ്മളൊരു ഇടതുപക്ഷ ഒരു ലെഫ്റ്റ് കുടുംബമായിരുന്നു. ഇപ്പോൾ അല്ല, നേരത്തെ ഒരു ഇടതുപക്ഷ കുടുംബമായിരുന്നു. നമ്മളൊരു ഇടത് സഹയാത്രികരായിരുന്നു. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷേ കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് മാറ്റേണ്ട, കണ്ണൂരിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിനിമ വരുത്തിയ ദുരന്തം. ഇവർ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ കള്ളത്തരവും പൊള്ളത്തരവുമാണ്. ആത്മാർത്ഥതയില്ല തീരെ.